ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് കാണുന്നു. അതെന്താണ് ബൈബിളിൽ രണ്ട് തരത്തിൽ വാക്യങ്ങൾ വരുന്നത്? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നു ദൈവം ആരെയും പരീക്ഷിക്കുന്നവനല്ല. എന്നാൽ ഇവിടെ പറയുന്നു ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. മലയാള വേദപുസ്തകത്തിൽ പരീക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും അത് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളാണ്. അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്തു. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ അവിടെ പരീക്ഷിച്ചു എന്നല്ല, പ്രലോഭിപ്പിച്ചു എന്നാണ്. പ്രലോഭിപ്പിച്ചു. നോക്കാം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം മുതൽ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം മുതൽ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മനുഷ്യൻ്റെ ഉള്ളിലുള്ളതായ മോഹം അത് പാപമായി തീരുന്നു. ടെംപ്റ്റേഷൻ അത് പാപമായി, പ്രലോഭനമായി മാറുന്നു, ടെംപ്റ്റേഷനായി മാറുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. പ്രലോഭനമാണ്. സാത്താൻ പരീക്ഷിക്കുന്നത് എന്തിനാണ്? പ്രലോഭിപ്പിക്കുന്നത് എന്തിനാണ്? അത് മോഹം തരുവാനും തന്മൂലം പാപം തരുവാനും അവസാനം മരണം തരുവാനുമാണ്. അതാണ് പ്രലോഭനങ്ങൾ. തെറ്റ് ചെയ്യുവാനുള്ളതായ പ്രലോഭനങ്ങൾ, തെറ്റ് ചെയ്യുവാനുള്ളതായ പ്രേരണകൾ, അത് നമുക്കെല്ലാവർക്കും പിശാച് തരാൻ ശ്രമിക്കും. യേശു തമ്പുരാന് പോലും വഞ്ചകൻ അടുത്ത് വന്ന് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ നോക്കി, യേശുവിനെ പരീക്ഷിക്കാൻ നോക്കി. എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്, ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുകയാണ്. ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുകയാണ്. ദൈവം നമ്മെ പരിശോധിക്കുകയാണ്. ദൈവം പരിശോധനകൾ തരുന്നു. പരിശോധനകൾ, കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നു. ദൈവം നമുക്ക് ദുരിതങ്ങൾ അനുവദിക്കുന്നു. കഷ്ടതകൾ വരുത്തുന്ന ദൈവമല്ല, ദുരിതങ്ങൾ വരുത്തുന്ന ദൈവമല്ല, ആപത്ത് വരുത്തുന്ന ദൈവമല്ല, അപകടങ്ങൾ വരുത്തുന്ന ദൈവമല്ല, ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്ന ദൈവമല്ല, നഷ്ടങ്ങൾ വരുത്തുന്ന ദൈവമല്ല. സകല തിന്മയുടെയും ഉറവിടം പിശാചാണ്. സാത്താനാണ് തിന്മകൾ വരുത്തുന്നത്. നമുക്ക് രോഗം വരുത്തുന്നത് പിശാചാണ്. രോഗത്തിൻ്റെ ആത്മാവ് എന്ന് കർത്താവ് പറയുന്നത് കാണാം. ഒരു രോഗാത്മാവ് ബാധിച്ചു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ബൈബിളിൽ കർത്താവ് രോഗാത്മാവ് ബാധിച്ച് കിടന്നവനെ സൗഖ്യം വരുത്തിയെന്ന് കാണുന്നു. രോഗാത്മാവ്, ഭൂതാത്മാവ് മാനസിക രോഗം ഉണ്ടാക്കുന്നു, പലതരത്തിലുള്ളതായ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, പലതരത്തിലുള്ളതായ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നു. പൈശാചികം ചെയ്യുന്നതാണ്. എന്നാൽ ദൈവം ചെയ്യുന്നത് എന്താണ്? ദൈവം മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുന്നു. ദൈവത്തെയുള്ള ഭയം നിങ്ങൾക്കുണ്ടാകുവാൻ, നിങ്ങൾ പാപം വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപകടം വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് നിങ്ങൾ പാപത്തിൽ വീഴാതെ നിൽക്കുമോ എന്ന് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനാണ് ദൈവം ഇത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നു, ദൈവം നമ്മെ പരിശോധിക്കുന്നു. ദൈവത്തിൻ്റെ ആ പരിശോധനയിൽ നാം മാറ്റുള്ളവരായി തെളിഞ്ഞു വരേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം പരിശോധനകൾ നമുക്ക് തരുന്നു. വീണ്ടും ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി വായിച്ചു കേൾക്കൂ, ശ്രദ്ധയോടെ വായിച്ചു കേൾക്കൂ. നിന്റെ ദൈവമായ യഹോവ
നിന്നെ താഴ്ത്തുവാനും നിന്റെ ദൈവമായ യഹോവ നിന്നെ വിനയം പഠിപ്പിക്കുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് അറിഞ്ഞ് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിവാനുമായി നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് എന്ത് എന്ന് ദൈവം അത് വെളിപ്പെടുത്തുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഈ മരുഭൂമിയിൽ 40 സംവത്സരം നിന്നെ നടത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുകയാണ്. ദൈവം നമ്മെ ആഴത്തിൽ ഉറപ്പിക്കുകയാണ്. നമ്മുടെ സമർപ്പണം ആഴത്തിലാക്കുകയാണ്. പ്രലോഭനങ്ങൾ അത് നമ്മെ പാപത്തിൽ വീഴിക്കാൻ പിശാച് തരുന്നു. എന്നാൽ പരിശോധനകൾ ദൈവം നമുക്ക് തരുന്നതായ പരിശോധനകൾ അതെന്തിനു വേണ്ടിയാണ്? അത് നമ്മെ ആഴത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. സമർപ്പണം ആഴത്തിലാക്കാൻ വേണ്ടിയാണ്. സമർപ്പണം ആഴത്തിലായി. ദൈവത്തിന് സ്തോത്രം. പരീക്ഷകൾ വരുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പിശാച് പരീക്ഷകൾ കൊണ്ടുവരും, നാം അപ്പോഴാണ് ജയിച്ചു നിൽക്കേണ്ടത്. പിശാച് പ്രലോഭനങ്ങൾ കൊണ്ടുവരും, അപ്പോഴാണ് നാം ജയിച്ചു നിൽക്കേണ്ടത്. അത് ദൈവം അത് നമുക്ക് പരിശോധനകളായി മാറ്റിത്തരും. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ പിശാച് ഒരു പ്രലോഭനം കൊണ്ടുവന്നു. എന്താണ് പ്രലോഭനം? ആ ദുഷ്ട സ്ത്രീ, ഈജിപ്തിലെ ഫറവോ രാജാവിൻ്റെ അകമ്പടി നായകനായ പൊത്തിഫേറിൻ്റെ ഭാര്യയായ ആ സ്ത്രീ അവനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, പ്രലോഭിപ്പിക്കുന്നു. പക്ഷേ അവൻ്റെ മാറ്റി തെളിയിച്ചു. അത് ദൈവം അത് അനുഗ്രഹത്തിനാക്കി ദൈവം മാറ്റിക്കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പരീക്ഷകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ടെംപ്റ്റേഷൻസ് അത് നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അവിടെ ജയിച്ച് നാം നിൽക്കുമ്പോൾ ഒരു കാരണവശാലും തെറ്റെൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആപത്തുകളും രോഗങ്ങളും എല്ലാ യാതനകളും വേദനകളും നന്മയ്ക്കാക്കി ദൈവം മാറ്റിത്തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്കറിയാമല്ലോ വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ ജീവിതത്തിൽ ഓർക്കുകയാണ്, കർത്താവെ, കഷ്ടപ്പാടുകൾ വന്നത് എത്ര നന്നായി എന്ന്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഭയത്തോടു കൂടി തന്നെയാണ് അതും പറയുന്നത്. കർത്താവെ, കഷ്ടപ്പാടുകൾ വന്നത് എത്ര നന്നായി, ആപത്തുകൾ വന്നത് എത്ര നന്നായി, രോഗങ്ങൾ വന്നത് എത്ര നന്നായി. എൻ്റെ കരുണയുള്ള കർത്താവെ, ദൈവം ആരാണെന്നറിയുന്നതിന് അത് മുഖാന്തരമായി തീർന്നു. ദൈവത്തിൻ്റെ കാരുണ്യം രുചിച്ചറിയുന്നതിന് അത് സഹായകമായി തീർന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിനും ഒന്നുകൂടി വിനയപ്പെടുന്നതിനും അതെല്ലാം അനുഗ്രഹകരമായി തീർന്നു. ഒന്നുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് അതെല്ലാം എനിക്ക് മുഖാന്തരമായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ആപത്തുകൾ വന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം, പ്രയാസങ്ങൾ വന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം, വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയത് നിങ്ങൾക്ക് പലർക്കും അറിയാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ നിങ്ങൾക്കറിയാൻ വയ്യാത്ത വിധത്തിലുള്ളതായ അനേകം വൈതരണികളിൽ കൂടിയെല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒന്നെനിക്ക് മനസ്സിലായി, ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, എത്ര നന്നായി ഇത് വന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വിനയപ്പെടാനിടയായല്ലോ, ഒന്നുകൂടി താഴാനിടയായല്ലോ, ഒന്നുകൂടി സ്വയം ഞാൻ ഒന്നുമില്ലാത്തവനെ തിരിച്ചറിയാനിടയായല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ കരുത്തില്ലാത്തവനെന്ന് എനിക്ക് മനസ്സിലാകാനിടയായല്ലോ, ഞാൻ അല്പപ്രാണിയാണെന്ന് എനിക്ക് ഒന്നുകൂടി ഗ്രഹിക്കാനിടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ര ഉന്നതനാണെന്നും എനിക്ക് വേണ്ടി കരുതുന്നവനാണെന്നും എന്നെ കാക്കുന്നവനാണെന്നും ഒന്നുകൂടി രുചിച്ചറിയുവാൻ എനിക്ക് അവസരം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ രാവും പകലും കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റും കാവലായി നിൽക്കുന്നുണ്ട്. അവൻ്റെ മാലാഖമാർ നിങ്ങളെ സംരക്ഷണം ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കാല് കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം നിങ്ങളെ കാക്കേണ്ടതിന് അവൻ തൻ്റെ മാലാഖമാരോട് നിങ്ങളെക്കുറിച്ച് കൽപ്പന കൊടുത്തിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലും അപകടം വരാതെ, അനർത്ഥം വരാതെ, ആപത്ത് വരാതെ, കേട് വരാതെ നിങ്ങളെ കാക്കുവാൻ ദൈവം തന്നെ മാലാഖമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മകനെ, നീ പാപത്തിൽ വീണാൽ, നീ പ്രലോഭനങ്ങളിൽപ്പെട്ട് നീ തെറ്റിലേക്ക് പോയാൽ ദൈവം വേദനയോടെ നോക്കി നിൽക്കുകയുള്ളൂ. ദൈവത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. മകളെ, നീ മനഃപൂർവ്വം ദ്രോഹത്തിന് മുതിർന്നാൽ, മനഃപൂർവ്വം അനുസരണക്കേട്ട് മുതിർന്നാൽ, മനഃപൂർവ്വം നിൻ്റെ ജീവിതത്തിൽ പാപം വന്നാൽ ദൈവം വേദനയോടെ നോക്കി നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ, അതിൽ നിങ്ങൾ വീണ് കഴിയുമ്പോൾ എൻ്റെ കർത്താവ് എത്ര കരയുന്നുണ്ട്, എത്ര വേദനിക്കുന്നുണ്ട്, എത്രമാത്രം കർത്താവ് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ആശം കണ്ടാണ് കർത്താവ് ദുഃഖിക്കുന്നത്. ഞാൻ പാപം ചെയ്യുമ്പോൾ
കർത്താവ് എന്തിനാണ് ദുഃഖിക്കുന്നത് നിങ്ങൾക്ക് തോന്നും. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവം ദുഃഖിക്കാൻ കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ നാശം ഞാൻ വരുത്തി വയ്ക്കുകയാണ്, അപകടത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്, ലോക ഇമ്പങ്ങളിലേക്ക് ഞാൻ നീങ്ങുകയാണ്, തന്മൂലം നരകത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്, ഈ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി നിത്യമായ സൗഭാഗ്യം നഷ്ടപ്പെടുത്തുകയാണ് എന്ന് കർത്താവിനറിയാം. കർത്താവ് അതുകൊണ്ട് നാളെ കൂടി കാണുന്ന കർത്താവ്, എന്നെ നിത്യത കാണുന്ന കർത്താവ് സങ്കടപ്പെട്ട് കരയുന്നു. അതുകൊണ്ടാണ് ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം ആ പാപിയെ ചൊല്ലി സന്തോഷിക്കുന്നത്. മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സ്നേഹിതരെ, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന നാശം മാറിക്കിട്ടുന്നത് കണ്ട് കർത്താവ് സന്തോഷിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ സന്തോഷിക്കുന്നു. ഭൂമിയിൽ സത്യമാനസാന്തരത്തിലേക്ക് നിങ്ങളൊരാൾ വരുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ എത്ര ആനന്ദിക്കുന്നുവെന്നോ എത്രമാത്രം സന്തോഷിക്കുന്നുവെന്നോ, മറ്റുള്ളവരുടെ ആ അനുഭവത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർഗസേനകൾ ആഹ്ലാദിക്കുന്നു. മനുഷ്യരുടെ അഭിവൃദ്ധിയിൽ സ്വർഗസേനകൾ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ നാം തളരുന്നുണ്ടോ? പ്രലോഭനങ്ങൾക്ക് നാം വഴിവെച്ച് കൊടുക്കുന്നുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ ടെസ്റ്റുകൾ വരുമ്പോൾ അവിടെ നാം ജയിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ടെസ്റ്റുകൾ, ദൈവത്തിൻ്റെ പരിശോധനകൾ വരുമ്പോൾ അപ്പോൾ നാം ജയിച്ച് നിൽക്കുന്നുണ്ടോ? ജയശാലികളായി നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദയവായും തിരിഞ്ഞു നോക്കൂ. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പ്രലോഭനങ്ങൾ വന്നപ്പോൾ ഞാൻ ജയിച്ചുവോ? ടെസ്റ്റിൻ്റെ സമയത്ത് എനിക്ക് ജയാളിയായി നിൽക്കാൻ കഴിഞ്ഞുവോ? ദൈവം എന്നെ പരീക്ഷിച്ചപ്പോൾ എനിക്ക് ജയിച്ചു നിൽക്കാൻ പറ്റിയോ? ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അവരെ ആഴത്തിൽ സമർപ്പണത്തിലേക്ക് നടത്താൻ അവർ ശരിയായി നിൽക്കുമോ എന്ന് ദൈവം പരിശോധിക്കാൻ ഈ കണ്ട 40 വർഷം അവരെ ദൈവം മരുഭൂമിയിൽ നടത്തിയെന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ 40 കൊല്ലം നടത്തി. ദൈവത്തിന് അവരെ 11 ദിവസം കൊണ്ട് അവിടെ എത്തിക്കാമായിരുന്നു. കനാനിൽ അവർക്ക് സുഖമായി യാത്ര ചെയ്ത് കനാനിലെത്താമായിരുന്നു. 11 ദിവസത്തെ വഴി മാത്രം മതി. മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് കനാനിലെത്താൻ, പലസ്റ്റൈനിലെത്താൻ 11 ദിവസത്തെ വഴി യാത്ര മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു. പിന്നെ എന്തിനാണ് ഒരു 40 സംവത്സരം അലയേണ്ടി വന്നത്? അനേകരിന്ന് അലയുകയാണ്, അനേകരിന്ന് ഒഴിലുകയാണ്. വളരെ സുഗമമായി പോകാവുന്ന കാര്യങ്ങളാണ്, വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇന്ന് അനേകർ അലയുന്നു. ദൈവത്തിന് സ്തോത്രം. അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നില്ല. അവർ നിരന്തരം പാപത്തിലേക്ക് തിരിഞ്ഞു, നിരന്തരം ഒരു പിറുവിറുത്തു, നിരന്തരം ഒരു പരിഭവിച്ചു, നിരന്തരം ഒരു ഉള്ളിൽ നീരസമുണ്ടായി. ദൈവത്തോട് നീരസം, ദൈവപുരുഷനായ മോശയോട് നീരസം തന്നെയല്ല, അവരന്യ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. കാളക്കുട്ടിയെപ്പോലെ ഒരു വാർത്ത ഉണ്ടാക്കി, പൊൻകാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി, കാളക്കുട്ടിയുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവർ പാപത്തിലേക്ക് തിരിഞ്ഞു, അവർ ദൈവത്തെ ചോദ്യം ചെയ്തു. അവർക്കുള്ളതിൽ അവർ അസംതൃപ്തിയുള്ളവരായി തീർന്നു. അവർ ഇസ്രായേൽക്കാർ അവർക്ക് മരുഭൂമിയിൽ കിട്ടിയ മന്നായിൽ അവർക്ക് തൃപ്തിയില്ലാതെ പോയി. എന്ന് ഈ ഒരു മന്നായല്ലേ ഉള്ളൂ എന്നവർ പരിഭവിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദയവായിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. എന്നും ഈ പാവം വിടുക പാവം വിടുക എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ? എന്ന് ഇതല്ലേ വചനം? വേറെ എന്നാ പുതിയ വാക്കുകളെല്ലാം കേൾക്കുന്നുണ്ടോ? പുതിയ ദൂത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ കാണും. കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് തന്നെയല്ലേ ഇന്നും കേൾക്കുന്നത്, അതുകൊണ്ട് ഇനി ഈ യോഗത്തിന് പോരണമെന്നില്ല, ഇനി ഈ വചനം കേൾക്കണമെന്നില്ല എന്നുപോലും ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. എന്നും പുതിയ മന്ന തരുന്നവനാണ് അവൻ. ഇന്നലെ തന്ന മന്നയല്ല ഇന്ന് തരുന്നത്. ഇന്നലത്തെ മന്ന ഇന്നത്തേക്ക് പോരാ, ഇന്നത്തേക്ക് പുതിയ മന്ന അവൻ തരുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് പുതിയ മന്ന ലഭിക്കുന്നുണ്ടോ? ഓരോ ദിവസവും വരുമ്പോൾ പുതിയ മന്ന നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ പലപ്പോഴും പിറുവിറുക്കുന്നവരാണ്, നിങ്ങളുടെ കഷ്ടപ്പാടുകളെ ഓർത്ത് നീരസപ്പെടുന്നവരാണ്, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ യാതനകൾ ഓർത്ത് പലപ്പോഴും നിങ്ങൾ വാടുന്നവരാണ്. എങ്കിലും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് കർത്താവേ ഇത് വന്നത് എന്ന് നിങ്ങൾ ചിലർ ചോദിക്കുന്നവരാണ്. എനിക്ക് ഇത്രയും വലിയ കൊടിയ ആപത്ത് വന്നല്ലോ എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നവരാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളെ ഈ 40 സംവത്സരം പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് അങ്ങനെ നാം വായിക്കുന്നു. ആവർത്തനം 8:2. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം അതാണ് വായിച്ചത്. ദൈവം നമ്മെ പരീക്ഷിച്ചു. നമ്മുടെ സമർപ്പണം ആഴത്തിലാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. എൻ്റെ സമർപ്പണം എത്രമാത്രമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് എത്രമാത്രം
മാത്രമുണ്ട്. ഓരോ സംഭവത്തിൽ കൂടെയും എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ സമർപ്പണം എന്തുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ലജ്ജയോടെ കാണും, കർത്താവേ ഇനിയും സമർപ്പിക്കാനുണ്ട്, ഇനിയും പലതും സമർപ്പിക്കാനുണ്ട്. അയ്യോ, ഞാൻ സമർപ്പിച്ചു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു, ഞാൻ എല്ലാം കർത്താവിന് കൊടുത്തു എന്ന് ചിന്തിച്ചു. പക്ഷേ എൻ്റെ കർത്താവേ, എനിക്ക് പല കാര്യങ്ങളിലും എൻ്റെ ഹൃദയത്തിൽ സ്വയം ചില തീരുമാനങ്ങളുണ്ട്, സ്വയം ചില ശരികളുണ്ട്, സ്വന്തമായി ചില ആശയങ്ങളുണ്ട്, സ്വന്തമായി ചില താല്പര്യങ്ങളുണ്ട്, സ്വന്തമായി ചില കടുംപിടുത്തങ്ങളുണ്ട്. എൻ്റെ കർത്താവേ, സ്വന്തമായി ആത്മീയത്വത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് പലപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാതിരുന്നു പോയിട്ടുണ്ട്. ഞാൻ ദൈവത്തിൽ ഏറ്റുപറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ സമർപ്പണം എത്ര കണ്ടുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വായിക്കൂ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുന്നത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച്. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ ശോധന ചെയ്യുവാനും നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. നിന്റെ നേച്ചർ എന്താണെന്ന് നീ തന്നെ അറിയാനായി ദൈവം ഈ 40 സംവത്സരം നിന്നെ നടത്തി. നിന്റെ സ്വഭാവം എന്താണ്, നിന്റെ പ്രകൃതി എന്താണ്, നീ തന്നെ അത് അറിയണം. നീ അഭിമാനിക്കാനുള്ള പ്രകൃതിയുള്ളവനല്ല മോനെ. നീ ധരിക്കൂ, നിനക്ക് അഭിമാനകരമായ നന്മകളൊന്നുമില്ല. മോളെ, നീ മനസ്സിലാക്കൂ, നിനക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം, പ്രശംസിക്കാൻ തക്കവണ്ണം, പുകഴാൻ തക്കവണ്ണം ഉള്ളതായ നന്മകളൊന്നുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, എൻ്റെ സ്വന്തം പ്രകൃതി, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്തുള്ളൂ എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കാൻ നീ എന്നെ പരീക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അബ്രഹാമിൻ്റെ സമർപ്പണം എന്താണ്? അബ്രഹാമിൻ്റെ സമർപ്പണത്തിന് ആഴമെന്തുണ്ട്? അബ്രഹാമിൻ്റെ സമർപ്പണം എത്രമാത്രം ദൈവത്തോടുള്ളതായ സ്നേഹത്തിലാണ്. ദൈവം കൽപ്പിച്ചാൽ അനുസരിക്കാനുള്ളതായ വിനയവും അനുസരണശീലവും അബ്രഹാമിനുണ്ടോ? ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് തന്നെ കാണാനും സാധിച്ചു, തന്നെ നോക്കുവാനും സാധിച്ചു. അബ്രഹാം ദൈവസന്നിധിയിൽ വിനയപൂർവ്വം ഇരിക്കാനത് കാരണമായി തീർന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനെ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് നീ മോറിയ ദേശത്ത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അമ്പരന്നു. ദൈവം തന്ന ദാനമല്ലേ ഇസ്ഹാക്ക്? ദൈവം തന്ന നിധിയല്ലേ ഇസ്ഹാക്ക്? അവനെ കൊന്നാൽ പിന്നെ ഈ നിധി എങ്ങനെ നിലനിൽക്കും? എൻ്റെ വീട്ടിൽ ചിരി ഉണ്ടാക്കിയവനല്ലേ ഇസ്ഹാക്ക്? എൻ്റെ ഭാര്യയ്ക്ക് ചിരി ഉണ്ടാക്കിയവനല്ലേ ഇസ്ഹാക്ക്? നാട്ടുകാർക്കൊക്കെ അത്ഭുത വിഷയമല്ലേ ഇസ്ഹാക്ക്? ഇവനെ കൊന്നാൽ അയ്യോ, പിന്നെ എങ്ങനെ എൻ്റെ വീട്ടിൽ ചിരി തുടരും? എൻ്റെ വീട്ടിൽ അസ്വസ്ഥത വർദ്ധിക്കില്ലേ? അബ്രഹാം പലതും ചിന്തിച്ചു. അബ്രഹാമിൻ്റെ മനസ്സിൽ കൂട്ടലും കിഴിക്കലും ധാരാളം നടന്നു. ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഈ കണ്ട വർഷങ്ങൾ, ഇസ്ഹാക്ക് വളർന്നു വന്ന വർഷങ്ങൾ, ഇസ്ഹാക്കിൻ്റെ ആ ജീവിതത്തിൽ അവൻ്റെ തളിരുമണിഞ്ഞ ജീവിതത്തിൻ്റെ സന്തോഷ സമൃദ്ധിയുള്ളതായ അവൻ്റെ ആ മുഖമെല്ലാം അബ്രഹാമിൻ്റെ മുമ്പിൽ വിളങ്ങി വന്നു. അബ്രഹാം ഓർത്തു, എൻ്റെ മകനെ എൻ്റെ കൈകൊണ്ട് ഞാൻ കൊല്ലണമോ? അവനെ ഞാൻ ഹോമയാഗം കഴിക്കണമോ? അബ്രഹാം ഓർത്തു, ദൈവം തന്ന നിധിയാണ്. ദൈവത്തിൽ തന്നെ വന്നതാണോ ഈ ആശയം? ദൈവം തന്നെ തന്നതാണോ ഈ കൽപ്പന? എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? അബ്രഹാമിന് സ്വാഭാവികമായും സംശയങ്ങളുണ്ടാകാം. അബ്രഹാം ദൈവസന്നിധിയിൽ ജാഗരണത്തോടിരുന്നു. കർത്താവിന് സ്തോത്രം. 3 ദിവസത്തെ സമയം അബ്രഹാമിന് ദൈവം കൊടുത്തു. നീ യാത്ര ചെയ്യൂ, 3 ദിവസത്തെ വഴി യാത്ര ചെയ്യൂ. ഈ 3 ദിവസം കൊണ്ട് നിനക്ക് കൂട്ടി നോക്കാം, നിനക്ക് കഴിച്ചു നോക്കാം, നിനക്ക് ആലോചിക്കാം, നിനക്ക് നല്ലപോലെ ചിന്തിക്കാം. നല്ലപോലെ ചിന്തിച്ചിട്ട് നീ ഒരു തീരുമാനം എടുത്താൽ മതി. ധൃതഗതിയിൽ ഒരു തീരുമാനം എടുക്കണ്ട. ഞാൻ ഈ പറയുന്നത് അനുസരിക്കുന്നത് നല്ലതാണ് നിനക്ക് തോന്നുന്നെങ്കിൽ മാത്രം നീ അനുസരിച്ചാൽ മതി. ഇതെല്ലാം അബ്രഹാമിൻ്റെ മനസ്സിൽ കൂടി ചിന്തകൾ പാഞ്ഞു വന്നു. അബ്രഹാമിനോട് ദൈവം അങ്ങനെയൊന്നും പറഞ്ഞതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. ഭാവനയിൽ നമുക്ക് കാണാനുള്ളതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ മനസ്സിൽ കൂടി പല ചിന്തകളിങ്ങനെ നിരയായി കടന്നു വന്നു. ഓരോരോ ചിന്തകൾ അങ്ങനെ വന്ന് അബ്രഹാമിൻ്റെ മനസ്സ് ഉലച്ചു. എന്തു വേണ്ടു? അബ്രഹാം രാവിലെ എഴുന്നേറ്റു, ഭാര്യയായ സാറായെ വിളിച്ചു, മോനെ വിളിച്ചു. അവനോട് പറഞ്ഞു, നമുക്ക് ദൂരെ ഒരിടത്തേക്ക് പോകണം, നമുക്കൊരു യാഗം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തയ്യാറായി നിന്നു. സാറ അതിനുവേണ്ടി ആഹാരവും കാര്യങ്ങളുമെല്ലാം ശരിയാക്കി കൊടുത്തു. ഒട്ടകങ്ങളെല്ലാം ഒരുക്കി, വേലക്കാരി ഒരുക്കി. അബ്രഹാം പോവുകയാണ്. യാത്ര പോകുമ്പോൾ അബ്രഹാം ചിന്താവിവശനാണ്.
ചിന്തയിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അബ്രഹാമിൻ്റെ ഹൃദയം. അബ്രഹാം ആലോചിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ മോനെ കൊല്ലണമോ? അല്ല, ഞാനത് ചെയ്യും. എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചതാണ്. എനിക്ക് ഈ മോനെ തന്നവനാണ് എന്നോട് പറഞ്ഞത്, മോനെ യാഗം അർപ്പിക്കുക എന്ന്. ഈ ദാനങ്ങളെല്ലാം തന്നവനാണ് എന്നോട് പറഞ്ഞത്, ഇതെല്ലാം അർപ്പണം ചെയ്യുക എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കെല്ലാ ദാനങ്ങളും ദൈവം തന്നു. എന്താണ് നിങ്ങൾക്ക് തരാത്തത്? നിങ്ങൾ ചോദിച്ചതെല്ലാം തന്നില്ലേ? നിങ്ങൾക്ക് ജീവിതത്തിൽ അനേകം അനുഗ്രഹങ്ങൾ തന്നില്ലേ? നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? നിങ്ങളുടെ രോഗസൗഖ്യം ചോദിച്ചു, രോഗസൗഖ്യം തന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുമാനമാർഗം ചോദിച്ചു, വരുമാനമാർഗം തന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൽ അന്നുള്ളതിനേക്കാൾ ഇന്ന് അഭിവൃദ്ധിയല്ലയോ? അന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് ഐശ്വര്യമല്ലയോ? അന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് സമൃദ്ധിയല്ലയോ? അന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് ശോഭനമായ നല്ല കാലങ്ങളല്ലയോ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? എല്ലാം ദൈവം തന്നു. ഒന്നിനും ദൈവം കുറവ് വരുത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ, നടന്നു വന്ന വിധങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ, പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഏതെല്ലാം വഴികളിലൂടെയാണ് നടന്ന് ഇവിടെ വരെ എത്തിയത് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിഞ്ഞു നോക്കി കാണൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ദൈവത്തെ അനുസരിക്കുന്നത് നല്ലതാണ്, ഈ ദൈവത്തിന് ഹിതം നിറവേറ്റുന്നത് നല്ലതാണ്. എന്നെ തന്നെ ഞാനിതാ യാഗമർപ്പണം ചെയ്യുന്നു. അല്ല, എനിക്കുള്ളതിനെ ഞാൻ യാഗമർപ്പണം ചെയ്യുന്നു. എന്നെയും എനിക്കുള്ളതിനെയും ഒന്നും വിടാതെ, ഒരു വ്യവസ്ഥയുമില്ലാതെ ഞാനിതാ യാഗം അർപ്പിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? കർത്താവേ, ഞാനിതാ എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും സമ്പൂർണ്ണയാഗമായി ഞാൻ സമർപ്പിക്കുന്നു. എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. എൻ്റെ ആയുസ് നിനക്ക് തരുന്നു കർത്താവേ. എൻ്റെ ജീവിതം നിനക്ക് തരുന്നു കർത്താവേ. ഒരണുവിൽ പോലും പാപം പറ്റാതെ, ചെളി പുരളാതെ, കറ പറ്റാതെ ഞാൻ നിൽക്കും കർത്താവേ. എൻ്റെ യേശുവിൻ്റെ ഛായ പ്രാപിച്ച് ഞാൻ നിൽക്കും. എൻ്റെ പ്രകൃതി ഞാൻ അറിയുന്നു. ഈ മനുഷ്യപ്രകൃതിയോട് യാത്ര പറഞ്ഞ് എൻ്റെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ പ്രകൃതി പ്രാപിച്ചുകൊണ്ട് ഞാനൊരാൾ ഈ ഭൂമിയിൽ നിൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ സമർപ്പിക്കൂ. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയൂ, യേശുവേ, ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ ആയുസ് നിനക്ക് തരുന്നു. എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് തരുന്നു. എൻ്റെ ഭാവി നിനക്ക് തരുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നേക്കുമായി നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ കൈമാറുന്നു. ഏൽപ്പിച്ചു കൊടുക്കുവീൻ, സമർപ്പിക്കുവീൻ, യാഗമർപ്പണം ചെയ്യുവീൻ. നഷ്ടമല്ല പ്രിയരേ, നഷ്ടമല്ല. യേശുവിന് കൊടുത്താൽ നഷ്ടമല്ല. യേശുവിന് നിങ്ങളെ തന്നെ കൊടുത്താൽ അത് ലാഭമാണ്. അത് അത്ഭുതകരമായ അനുഗ്രഹങ്ങളുടെ വെള്ളനിലമായി മാറും. അത് നിങ്ങൾക്ക് ശോഭനമായ ഭാവി തരും. നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും അനുഗ്രഹം വരും. ഇപ്പോൾ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുമുൻപാകെ അടുത്ത് വരികയാണ് കർത്താവേ. അവിടുന്ന് നിൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ ഞങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ചുവല്ലോ. ഞങ്ങളിതാ ഞങ്ങളെ തന്നെ യാഗമായി അർപ്പണം ചെയ്യുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ കാണണമേ. അസ്വസ്ഥതയുള്ള മനസ്സുകൾക്ക് ശാന്തത നൽകണമേ. മനസ്സ് വിതുമ്പിയിരിക്കുന്നവർക്ക് സ്വസ്ഥത നൽകണമേ. കർത്താവെ, കണ്ണുനീര് തുടയ്ക്കണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ബാധകൾ അകറ്റണമേ. ശാപങ്ങൾ നീക്കണമേ. സമാധാനം പകരണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.